അപ്പോൾ നമുക്ക് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ആ റെക്ടിഫയർ ഔട്ട്പുട്ട് കിട്ടിയത് ഇതുപോലെയാണ്. നമ്മളിതിനെ പൾസേറ്റിംഗ് DC എന്നാണ് പറഞ്ഞത്. സെല്ലിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ആ സെല്ലിൽ നിന്ന് കിട്ടുന്ന DC ഇതുപോലെയായിരിക്കും, പ്യുവർ DC ആണ്. ഇത് പ്യുവർ DC ആണ്, പക്ഷെ ഇത് പൾസേറ്റിംഗ് ആയിട്ടുള്ള DC ആണ്. അതിന് കാരണം അവിടെ ഒരു AC കമ്പോണന്റ് ഉള്ളതാണ്. സ്വാഭാവികമായിട്ട് അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം AC എന്ന് പറഞ്ഞാൽ പൊളാരിറ്റി മാറുന്നതാണ്. ഇവിടെ പൊളാരിറ്റി മാറുന്നില്ല. അവിടുത്തെ ലോഡ് റെസിസ്റ്റൻസിൽ കൂടി ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെ AC ഉണ്ടാകും എന്നുള്ള കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ അത് നോക്കുക. ഒരു AC കൺസിഡർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു പ്യുവർ DC കൂടി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പീക്ക് വാല്യൂ +1 -1 ആണെന്ന് കരുതുക. ഇത് 2 ആണെന്ന് കരുതുക. DC പ്യുവർ DC ആണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? 0 1 2 3 4 5 6 7 8 രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്താൽ 0 ടൈമിൽ DC വാല്യൂ 2, AC വാല്യൂ 0. അപ്പോൾ 2 0 ആകുമ്പോൾ 2ലേക്ക് നീങ്ങും. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ AC വാല്യൂ 1, DC വാല്യൂ എത്ര തന്നെ 2 അല്ലേ. അപ്പം 2 മണോടാകുമ്പോൾ 3 ആവും. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 3 ആവും. രണ്ടാമത്തെ സെക്കൻഡിൽ AC വാല്യൂ 0, DC വാല്യൂ എപ്പോഴും 2 തന്നെ. അപ്പോൾ രണ്ടാം സെക്കൻഡിലെ വാല്യൂ 2 വോൾട്ടേജ് ആണ് വരുന്നത്, അല്ലെങ്കിൽ കറണ്ടാണ് വരുന്നത്. മൂന്നാമത്തെ സെക്കൻഡിൽ AC വാല്യൂ -1, DC വാല്യൂ 2. അപ്പോൾ -1 + 2 അപ്പോൾ എത്രയാവും? 1 ആവും. മൂന്നാമത്തെ സെക്കൻഡിലെ ഇഫക്റ്റീവ് വാല്യൂ 1. മൂന്നാം സെക്കൻഡിൽ DC വാല്യൂ -1, AC വാല്യൂ 2. അപ്പോൾ -1 2 ആകുമ്പോൾ +1. ഫോർത്ത് സെക്കൻഡിൽ AC വാല്യൂ 0, DC വാല്യൂ 2 തന്നെ. ഫിഫ്ത്ത് സെക്കൻഡിൽ AC വാല്യൂ 1, DC വാല്യൂ 2. അപ്പോൾ എത്രയാവും? 3 ആവും. സിക്സ്ത് സെക്കൻഡിൽ AC വാല്യൂ 0, DC വാല്യൂ 2. സെവൻത് സെക്കൻഡിൽ AC വാല്യൂ -1, DC വാല്യൂ 2. അപ്പോൾ 2 - 1. എയ്ത്ത് സെക്കൻഡിൽ AC വാല്യൂ 0, DC വാല്യൂ 2. ഇതായിരിക്കും ഇവിടുത്തെ എഫക്റ്റീവ്. ഇവിടെ നോക്ക്, ഇവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. എന്തില്ല? നെഗറ്റീവ് വാല്യൂസ് ഇല്ല. പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പൊളാരിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ DC എന്ന് പറയും. എന്ത് DC? പൾസേറ്റിംഗ് DC. പ്യുവർ DC എന്ന് പറയാൻ പറ്റത്തില്ല, പൾസേറ്റിംഗ് DC എന്ന് പറയാം. കാരണം ഇവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. എന്തില്ല? നെഗറ്റീവ് വാല്യൂസ് ഇല്ല. പോസിറ്റീവ് വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? AC എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് വാല്യൂസ് മാത്രമേ, അതിന് ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഇത് DC ആണ്. പക്ഷെ എന്ത് DC? പൾസേറ്റിംഗ് DC. ഈ പൾസേറ്റിംഗ് DC കിട്ടിയതാണ് നോക്ക്, ഒരു പ്യുവർ ACയും പ്യുവർ DC കൂടെ ചേർന്നതാണ്. അപ്പോൾ അതായത് DC പൾസേറ്റിംഗ് ആണെങ്കിൽ അവിടെ ആരുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം? ഒരു പ്യുവർ DCയും പ്യുവർ ACയും കൂടെ ചേർന്നതാണ് ഈ ഫോർമുല സെലക്ട്. അപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കും
പക്ഷെ അവിടെ ആരൊക്കെ ഉള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കാം? പ്യുവർ എ സിയും പ്യുവർ ഡി സിയും ഉള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ നമ്മൾ യെല്ലോ ലൈറ്റ് പറയും. യെല്ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടി ചേർന്നതാണ്? ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും കൂടെ കൂടി ചേർന്നതാണ്. നമ്മൾ കാണുന്ന യെല്ലോ ആണ്, പക്ഷെ അത് നമുക്ക് ഫിൽറ്റർ ചെയ്താൽ എന്താ കിട്ടും? ഗ്രീൻ ലൈറ്റും കിട്ടും, റെഡ് ലൈറ്റും കിട്ടും. അപ്പൊ അതേപോലെ കാണുന്നത് ഡി സി ആണ്. എന്ത് ഡി സി? പൾസേറ്റിംഗ് ഡി സി. പക്ഷെ അവിടെ നമുക്ക് എന്തൊക്കെ ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും? ഒരു പ്യുവർ എ സിയും പ്യുവർ എ സിയും പ്യുവർ ഡി സിയും ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? പൾസേറ്റിംഗ്. അതുകൊണ്ട് ഈ കണ്ടതിനകത്തും കാണുമ്പോൾ ഡി സി ആണെങ്കിൽ കൂടിയും അവിടെ ആരും കൂടെ ഉണ്ട്? ഒരു എ സി കമ്പോണന്റ് കൂടി ഉണ്ട്. ഒരു എ സി കമ്പോണന്റ് കൂടി ചേർന്നതായിട്ടാണ് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതിനകത്ത് എ സി കമ്പോണന്റ് കൂടി ഉണ്ട്. അതാണ് ഈ റിപ്പിളിന്റെ കാരണം. അപ്പൊ അത് എത്ര മാത്രം ഉണ്ട്? ആ എ സി കമ്പോണന്റ് എന്തുമാത്രം ഉണ്ട്? കാരണം എ സി കമ്പോണന്റ് കൂടുതൽ പ്യുവർ ഡി സിന്ന് അകന്നു പോകുകയാണ്. നമുക്ക് വേണ്ടത് പ്യുവർ ഡി സി. നമുക്ക് ഒരു സിംഗിൾ വാല്യൂ നമുക്ക് വേണ്ടത്. അപ്പൊ റിപ്പിൾ കൂടുന്നതനുസരിച്ച് എ സി കമ്പോണന്റ് കൂടുമ്പോൾ അത് പ്യുവർ ഡി സി നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം എ സി കമ്പോണന്റ് അതിനകത്തുണ്ട് എന്ന് കണ്ടെത്തുന്നതാണ്. സോ റിപ്പിൾ ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി ratio of AC component to DC component. Ripple factor is defined as the ratio of AC component to DC component. Gamma കൊണ്ട് represent I AC by I DC. ഇതാണ് റിപ്പിൾ ഫാക്ടർ. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പം ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ചോദിക്കും, നിങ്ങൾക്ക് ഒരു ഡയറക്ഷനെ കറണ്ട് ആണല്ലോ കിട്ടിയത്, പിന്നെ അവിടെ എ സി ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ റിപ്പിൾ ഫാക്ടർ എന്താണ്? നമുക്ക് കിട്ടുന്ന റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനകത്തുള്ള പൾസേറ്റിംഗ് ഡി സി ആണ്. ആ പൾസേറ്റിംഗ് ഡി സിയിലുള്ള എ സി കമ്പോണന്റ് ബൈ ഡി സി. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എപ്പോഴും കുറഞ്ഞിരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്? റിപ്പിൾ ഫാക്ടർ കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഐ എ സി കുറഞ്ഞിരിക്കുക, എ സി കമ്പോണന്റ് കുറഞ്ഞിരിക്കുക. അപ്പോൾ അതെന്തായിരിക്കും? പ്യുവർ ഡി സിയോട് ചേർന്നതായിരിക്കും. എ സി കമ്പോണന്റ് കൂടുതലുണ്ടെങ്കിൽ ഭയങ്കര റിപ്പിൾസ് ആയിരിക്കും, റിപ്പിൾസ് കൂടുതലായിരിക്കും. അപ്പോൾ റിപ്പിൾസ് എപ്പോഴും കുറഞ്ഞ് പ്യുവർ ഡി സി ആവാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു റെക്ടിഫയർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റിപ്പിൾ ഫാക്ടർ എന്ത് ചെയ്തിരിക്കണം? ഏറ്റവും കുറവായിരിക്കണം. അപ്പോൾ നമുക്ക് ആ റിപ്പിൾ ഫാക്ടർ എങ്ങനെ പിടിക്കാൻ നോക്കാം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറും പഠിച്ചു, ഫുൾ വേവ് റെക്ടിഫയറും പഠിച്ചു. അപ്പോൾ അവിടുത്തെ റിപ്പിൾ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നോക്കിയാൽ നമ്മുടെ റെക്ടിഫയറിന്റെ സെക്കൻഡറി എന്നുള്ള കറണ്ടാണ് റെക്ടിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതാണ് എന്തായിട്ട് മാറുന്നത്? എ സിയും ഡി സി ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ അതിനെ ഐ ആർ എം എസ് നമുക്ക് എന്തെഴുതാം? ഐ ആർ എം എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സ്ക്വയർ ആണ്. സാധാരണ റൂട്ട് ഓഫ് ഐ സ്ക്വയർ. പക്ഷെ ഇപ്പം എന്തൊക്കെയുണ്ട്? ഐ ഡി സി ഉണ്ട്, ഐ എ സി. ഐ ഡി സി സ്ക്വയർ പ്ലസ് ഐ എ സി സ്ക്വയർ. നോർമലി നമ്മൾ ഐ ആർ എം എസിന് വിളിക്കാൻ പറഞ്ഞാൽ ലിസ്റ്റിംഗ് വാല്യൂവിനെ സ്ക്വയർ ചെയ്ത് ആവറേജ് എടുത്ത് റൂട്ട് എടുക്കും. ഇവിടെ ഇപ്പം ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നിന്ന് പോകുന്ന കറണ്ട് രണ്ടായിട്ട് മാറുന്നു. എ സി കമ്പോണന്റ് ആയിട്ട് മാറുന്നു, ഡി സി കമ്പോണന്റ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ആ ഐ ആർ എം എസ് നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് ഐ ഡി സി സ്ക്വയർ പ്ലസ് ഐ എ സി സ്ക്വയർ. ഇവിടെ നിന്ന് ഐ ആർ എം എസിനെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഐ ഡി സി സ്ക്വയർ പ്ലസ് ഐ എ സി സ്ക്വയർ. അവിടെ നിന്ന് ഐ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ ആർ എം എസ് സ്ക്വയർ മൈനസ് ഐ ഡി സി സ്ക്വയർ. ഇത് ഡി സി സ്ക്വയർ ഇപ്പോൾ കുറച്ചാൽ മതി. ഇനി ഇവിടുന്ന് ഐ എ സി ഈസ് ഈക്വൽ ടു അപ്പോൾ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് ഐ ആർ എം എസ് സ്ക്വയർ മൈനസ് ഐ ഡി സി സ്ക്വയർ. അവിടുന്ന് ഐ എ സി ബൈ ഐ ഡി സി ഈസ് ഈക്വൽ ടു root of I RMS square minus I DC square by I DC. Therefore, I AC by I DC is equal to root of ഈ I DC റൂട്ട് ആയിട്ട് കയറണം. സാധാരണ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ സ്ക്വയറിന്റെ റൂട്ടിന് പുറത്ത് I DC തിരിച്ചാകുമ്പോൾ സ്ക്വയർ ആയിട്ട് കയറണം. സോ I RMS square minus I DC square by I DC square. So I AC by I DC is equal to root of
IRMS square by IDC square minus 1. രണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പോകാം. ഇതാണ് ഗാമ ട്രിപ്പിൾ ഫാക്ടർ. സോ ട്രിപ്പിൾ ഫാക്ടർ ഗാമ ഈസ് ഈക്വൽ ടു IRMS square by IDC square minus 1. എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ നോക്കുന്നു റെക്ടിഫയർ ഉണ്ട്. റെക്ടിഫയറിനകത്ത് നമ്മൾ പവർ സപ്ലൈ ട്രാൻസ്ഫോമർ കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ കിട്ടുന്ന കറണ്ടാണ് റെക്ടിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സെക്കൻഡറിയിലെ കറണ്ടാണ് IRMS ആണ്, കാരണം AC ആണ്. ആ IRMS ആണ് പിന്നെ DC പൾസേറ്റിംഗ് DC ആയിട്ട് മാറുന്നത്. പൾസേറ്റിംഗ് DC ആകുമ്പോൾ അവിടെ DC ഉണ്ട് AC ഉണ്ട്. സോ ആ IRMS ആണ് പിന്നെ എന്തായാലും കൺവേർട്ട് ചെയ്യപ്പെടുന്നത് DC AC. സോ IRMS നമുക്ക് എന്ത് എഴുതാം, √IDC സ്ക്വയർ പ്ലസ് IAC സ്ക്വയർ സ്ക്വയർ ചെയ്യുന്നു. അവിടെ നിന്ന് IAC സ്ക്വയർ ഇങ്ങനെ വരും, IAC ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് IAC ബൈ IDC എന്നുള്ള ഗാമ ആവത്തുള്ളൂ. അതുകൊണ്ട് IAC ബൈ IDC ഇവിടെ IDC കൊടുക്കണം. ആ DC റൂട്ടിനകത്ത് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ, റിപ്പിൾ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഫ് വേവ് റെക്ടിഫയർ. ഫസ്റ്റ് വൺ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ വിളിക്കാം. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിനകത്ത് IRMS നമ്മൾ ചെയ്തതാണ്. IRMS എന്ത് കിട്ടി, I0/2 അല്ലേ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിനകത്ത് IRMS I0/2 കിട്ടി. IDC എന്ത് കിട്ടി, I0/π. സോ റിപ്പിൾ ഫാക്ടർ എന്തായിരിക്കും, √IRMS സ്ക്വയർ ബൈ IDC സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു √I0 സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ I0 സ്ക്വയർ ബൈ π സ്ക്വയർ മൈനസ് 1. IRMSന്റെ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ, IDC സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു √I0 രണ്ട് കട്ട് ചെയ്ത് പോയിട്ട് π സ്ക്വയർ ബൈ 4 മൈനസ് 1. ഇത് ചെയ്യുമ്പോൾ 1.21 കിട്ടും. റിപ്പിൾ ഫാക്ടർ എത്ര കിട്ടും, 1.2. അപ്പോൾ റിപ്പിൾ ഫാക്ടർ 1.21 കിട്ടുന്നത് DC കമ്പോണന്റിനേക്കാൾ കൂടുതലുണ്ട് AC കമ്പോണന്റ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസ്, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിനകത്ത് 1.21 ഇല്ലേ, IAC ബൈ IDC റിപ്പിൾ ഫാക്ടർ അത് 1.21 ആണ്. അതിനാൽ DC കമ്പോണന്റിനേക്കാൾ കൂടുതലുണ്ട് AC കമ്പോണന്റ്. ഇതാണ് റിപ്പിൾ ഫാക്ടർ, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ. ഇനി ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിനകത്ത് സെക്കൻഡ് കേസ് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിനകത്ത് IRMS ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, I0/√2 കിട്ടി. IDC ചെയ്തപ്പോഴോ 2I0/π കിട്ടി. Therefore gamma is equal to √IRMS square by IDC square minus 1 is equal to √I0 square by 2 by ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്ക്വയർ ആണ് I0 സ്ക്വയർ ബൈ 2, ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4I0 സ്ക്വയർ ബൈ π സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു √I0 സ്ക്വയർ കട്ട് ചെയ്ത് പോയിട്ട് π സ്ക്വയർ ബൈ 8 മൈനസ് 1. ഇത് ചെയ്യുമ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു 0.48. ഗാമ ഈസ് ഈക്വൽ ടു 0.48. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 0.48. അപ്പോൾ ലാബിൽ ചെയ്യുമ്പോൾ ഇതാണ് കിട്ടേണ്ടത്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 കിട്ടണം, ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 0.48 കിട്ടണം. ഇത്രയുള്ളൂ റിപ്പിൾ ഫാക്ടർ. അപ്പോൾ റിപ്പിൾ ഫാക്ടർ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ എസ്സേയുടെ കൂടെ ചോദിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് AC component to DC component of the output of a rectifier. അപ്പോൾ റെക്ടിഫയർ ഔട്ട്പുട്ടിനകത്തുള്ള AC കമ്പോണന്റെയും DC കമ്പോണന്റെയും റേഷ്യോ ആണ് എന്ത് പറയുക, റിപ്പിൾ ഫാക്ടർ എന്ന് പറയുക. റിപ്പിൾ ഫാക്ടർ എപ്പോഴും കുറഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഔട്ട്പുട്ട് എന്താകത്തുള്ളൂ, സ്മൂത്ത് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്യൂർ DC ആണ് ഔട്ട്പുട്ട് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ AC കമ്പോണന്റ് കൂടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ √IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ മൈനസ് 1 എന്നാണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 1.21 എന്നും ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ 0.48 എന്നും കിട്ടും. ഇതാണ് റിപ്പിൾ ഫാക്ടർ.
അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു റെക്ടിഫയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് പൾസേറ്റിംഗ് ഡി സി ആണ്. അപ്പോൾ ആ പൾസേറ്റിംഗ് ഡി സി നമുക്ക് എന്ത് ചെയ്യണം? എ സി കമ്പൗണ്ട് ഉണ്ട്, ഡി സി കമ്പൗണ്ട്. അത് എ സി കമ്പൗണ്ട് മാക്സിമം ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടുകൾ ഉപയോഗിക്കും. അപ്പോൾ പൾസേറ്റിംഗ് ഡി സിക്കകത്തുള്ള എ സി കമ്പൗണ്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടർ സർക്യൂട്ടുകൾ ഉപയോഗിക്കും. പ്രധാനമായും 3 ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. കപ്പാസിറ്റർ ഫിൽറ്റർ, ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ, കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ, or പൈപ്പ് ഫിൽറ്റർ. അങ്ങനെ 3 ഫിൽറ്റർ സർക്യൂട്ടാണ് ഉള്ളത്. കപ്പാസിറ്റർ ഫിൽറ്റർ, ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ, കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ ഓർ പൈപ്പ് ഫിൽറ്റർ. അപ്പോൾ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ആയിക്കോട്ടെ ഹാഫ് വേവ് റെക്ടിഫയർ ആയിക്കോട്ടെ നമുക്കതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഓർമ്മയുണ്ട്. പവർ സപ്ലൈ, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ, നമുക്കത് സെൻറ്റർ ടാപ്പാണ് എഴുതുക, ഡയോഡ്, ഇവിടെ ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് കിട്ടണം. അപ്പോൾ ചെയ്യേണ്ടത് കപ്പാസിറ്റർ ഫിൽറ്ററാണ്. കപ്പാസിറ്റർ ഫിൽറ്റർ അത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്റൻസിന് പാരലൽ ആരെ കണക്ട് ചെയ്യും? ഒരു കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യും. അതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതായി? അപ്പോൾ കപ്പാസിറ്റർ ഫിൽറ്ററിന് അത് സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഔട്ട്പുട്ട്. ആരില്ലെങ്കിൽ? കപ്പാസിറ്റർ ഇല്ലെങ്കിൽ. കപ്പാസിറ്റർ ഇല്ലെങ്കിലുള്ള ഔട്ട്പുട്ട് അതാണ് ഇവിടെ വരുന്നത്. അതാണ് ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഇപ്പോൾ അതിനെ പാരലൽ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടിന് അക്രോസിലുള്ള വോൾട്ടേജ് കൂടും കുറയും, കൂടും അല്ലേ? വോൾട്ടേജ് കൂടും കുറയും, കൂടും കുറയും. സംഭവിക്കുന്നത് വോൾട്ടേജ് കൂടുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. ഈ കപ്പാസിറ്റർ ചെയ്യപ്പെടും, ചാർജ് ചെയ്യും. ഇപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. വോൾട്ടേജ് കൂടി, അപ്പോൾ ലോഡ് റെസിസ്റ്റൻസിനേക്കാളുള്ള വോൾട്ടേജ് കൂടി മാക്സിമം. അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? കപ്പാസിറ്ററും ചാർജ് ചെയ്യും. രണ്ടാമത് സംഭവിക്കണം, വോൾട്ടേജ് കുറയുകയാണ് അല്ലേ? കുറഞ്ഞ് 0 ആവുകയാണ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസിന് കൂടുതലുള്ള വോൾട്ടേജ് കുറഞ്ഞ് 0 ആവും. ഈ വോൾട്ടേജ് കുറയുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ്. ഇവിടെ ചാർജ് കപ്പാസിറ്റർ 2 പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റുകളിൽ ചാർജ് വരുമ്പോഴാണ് അവിടെ വോൾട്ടേജ് കൂടുക. അപ്പോൾ വോൾട്ടേജ് കുറയാൻ ചാർജ് പോവുക. അപ്പോൾ സംഭവിക്കുന്നത് വോൾട്ടേജ് കുറയുമ്പോൾ ഈ കപ്പാസിറ്റർ അതിൽ സ്റ്റോർ ചെയ്തിരുന്ന ചാർജ് ലോഡ് റെസിസ്റ്റൻസിൽ കൂടി ഫ്ലോ ചെയ്യും. അപ്പം ലോഡ് റെസിസ്റ്റൻസിലെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്ത് ചെയ്തില്ല? 0 പോകും. കാരണം കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്തിരുന്ന ചാർജ് ലോഡ് റെസിസ്റ്റൻസിന് സപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് ലോഡ് റെസിസ്റ്റൻസിന് കുറുകെയുള്ള വോൾട്ടേജ് 0 പോകുന്നതിന് പകരം ഇങ്ങനെ പോകും. അത് 0 ആവില്ല. 0 പോകാൻ ഈ ഒരു വരും. കാരണം അത് 0 ആവാൻ സമ്മതിക്കുന്നില്ല. കാരണം കപ്പാസിറ്റർ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് ആർക്ക് കൊടുത്തു? ലോഡ് റെസിസ്റ്റൻസിന് കൊടുത്തു. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ 0 നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തത് പറയുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യപ്പെടും. കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ചാർജ് ചെയ്യപ്പെടും? ലോഡ് റെസിസ്റ്റൻസും ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ ഇവിടെ പോകും. വീണ്ടും വോൾട്ടേജ് കുറയുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ കറണ്ട് കുറയേണ്ടതാണ്. പക്ഷെ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെട്ടപ്പോൾ സ്റ്റോർ ചെയ്ത ചാർജ് ആർക്ക് കൊടുക്കുന്നു? ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കുന്നു. അപ്പം അതെന്ത് ചെയ്യും? അവിടെ നിന്ന് അപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ വോൾട്ടേജ്
മാക്സിമം 0, മാക്സിമം 0, മാക്സിമം 0, മാക്സിമം 0. അല്ലെങ്കിൽ കറണ്ട് മാക്സിമം 0, മാക്സിമം 0 എന്ന് പറയുന്ന പോലെ ഒരിക്കലും 0യിലേക്ക് പോകാതെ ഈ രീതിയിൽ. അപ്പോൾ കുറേ എ സി കമ്പൗണ്ട് റിപ്പിൾ കുറഞ്ഞു. റിപ്പിൾ എന്ത് ചെയ്തു? ഇതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. അതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഫിൽറ്റർ സംബന്ധിച്ച ഇതാണ്. ആസ് വോൾട്ടേജ് ഇൻക്രീസസ് കപ്പാസിറ്റർ ഗെറ്റ് ചാർജ് ആൻഡ് വെൻ വോൾട്ടേജ് ഡിക്രീസസ് ഇറ്റ് സപ്ലൈസ് ഇറ്റ്സ് ചാർജസ് ടു ദി ലോഡ് റെസിസ്റ്റൻസ്. അതിന്റെ ചാർജ് ആര് കൊടുക്കുന്നു? ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കുന്നു. ഹെൻസ് ദ വോൾട്ടേജ് അക്രോസ് ഓർ ദി കറന്റ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസ് ഡസ് നോട്ട് ബിക്കംസ് 0. അതുകൊണ്ട് എന്തായി മാറുന്നില്ല? 0 മാറുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം എന്തായി? ആ സ്ട്രൈറ്റ് ലൈനോട് ചേർന്ന് വരുന്നു. ഇതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. അപ്പോൾ കപ്പാസിറ്റർ ഫിൽറ്റർ മനസ്സിലായാലോ? ആ ലോഡ് റെസിസ്റ്റൻസിന് പാരലൽ ആരെ കണക്ട് ചെയ്യുക? ഒരു സിംഗിൾ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുക. അപ്പോൾ അത് എന്തിനെ പോലെ ആക്ട് ചെയ്യും? ഒരു ഫിൽറ്ററിനെ പോലെ ആക്ട് ചെയ്യും. ആ ഫിൽറ്ററിന്റെ നമ്മൾ എന്ത് പറയുക? കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയുക. വർക്കിംഗ് സിമ്പിൾ ആണ്. വോൾട്ടേജ് കൂടുമ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യും. വോൾട്ടേജ് കുറയുമ്പോൾ ആ ചാർജ് ആരെ കൊടുക്കും? ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കും. അതുകൊണ്ട് ലോഡ് റെസിസ്റ്റൻസിന് കൊടുക്കുന്ന വോൾട്ടേജ് ആൾമോസ്റ്റ് എന്തായിട്ടിരിക്കും? സെയിം ആയിട്ടിരിക്കും. ഇതാണ് കപ്പാസിറ്റർ. അപ്പോൾ എ സി നമുക്ക് എന്ത് ചെയ്യാം? റിപ്പിളിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഇതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. സെക്കൻഡ് വൺ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ. ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതിനൊക്കെ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. നേരത്തെ കപ്പാസിറ്റർ കണക്ട് ചെയ്തില്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് പറയുമ്പോൾ ഇവിടെ ചോക്കിനെ കൂടി കണക്ട് ചെയ്യും. ചോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിനെ കൂടി നമ്മൾ കണക്ട് ചെയ്യും. ഇതാണ് ഒരു ഇൻഡക്ടറും കാണും, ഒരു കപ്പാസിറ്ററും കാണും. അപ്പൊ എന്താണ് ഇൻഡക്ടറിന്റെ പ്രത്യേകത? സെൽഫ് ഇൻഡക്ഷൻ പ്രോസസ് നടക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ വേരിയിങ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കണം. അപ്പം ഒരു കോയിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് മാറിക്കൊണ്ടിരുന്നാൽ അതിൽ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് എം എഫ് എന്ന് പറയും. ബാക്ക് എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനാണെന്ന് പറയുക സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇൻഡക്ടർ നടക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഒരു ബാക്ക് എം എഫ് ഉണ്ടാവുകയും അത് ഈ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ എ സിയെ ബ്ലോക്ക് ചെയ്യും, ഡി സിയെ പാസ് ചെയ്യും. കാരണം ഡി സി ആകുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. അപ്പം വേരിയിങ് ഇല്ല. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് മാറത്തില്ല. അപ്പം ബാക്ക് എം എഫ് ഉണ്ടാകും. അപ്പോൾ വരുന്ന കറണ്ടിനകത്തുള്ള എ സി ആര് ബ്ലോക്ക് ചെയ്യും? ഈ ചോക്ക് അല്ലെങ്കിൽ ആ ഇൻഡക്ടർ ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇറ്റ് ഓഫേഴ്സ് ഹൈ റിയാക്ടൻസ് ടു ദി എ സി കമ്പോണൻസ്. വരുന്നതിനകത്ത് എ സി കമ്പോണന്റ് ഉണ്ട്, ഡി സി ഉണ്ട്. അത് എ സി കമ്പോണന്റിന് ഇയാൾ എന്ത് ചെയ്യും? ഹൈ റിയാക്ടൻസ് ഓഫർ ചെയ്യും. അതുകൊണ്ട് കുറെ എ സി എന്ത് ചെയ്യപ്പെടും? ബ്ലോക്ക് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ആ എ സി വോൾട്ടേജ് ഇവിടെ ആയിരിക്കും വരുന്നത്, ഇവിടെ വരത്തില്ല. ബാക്കിയുള്ളതായിരിക്കും. അപ്പം ആകെ വന്നതിനകത്ത് കുറെ എ സി ഇയാൾ എന്ത് ചെയ്തു? എ സി വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ബാക്കി അപ്പം കുറെ അളവ് കൂടെ വെച്ച് തന്നെ കുറഞ്ഞു. ബാക്കി ഇങ്ങോട്ട് ഇരുന്നു. ഇങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ സംഭവിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? എ സിയുടെ എമൗണ്ട് കുറയ്ക്കും. അപ്പൊ ഇത് അല്പം കൂടെ സ്മൂത്ത് ആയി മാറും. ഇതാണ് ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ. ഇവിടെ ആര് വരുന്നു? ഹൈ റിയാക്ടൻസ് ഓഫർ ചെയ്യുന്ന ഒരു ഇൻഡക്ടറെ കൂടി നമ്മൾ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നു. അടുത്ത കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ. കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ ആകുമ്പോൾ രണ്ട് കപ്പാസിറ്ററും ഒരു ഇൻഡക്ടർ. അപ്പോൾ എന്ത് ഷേപ്പായി നോക്ക്? രണ്ട് കപ്പാസിറ്റർ ഇൻഡക്ടറും പൈയുടെ ഷേപ്പായി. പൈ അല്ലേ? രണ്ട് കാലുകൾ ഒരു. എന്നാൽ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ. കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ. രണ്ട് കപ്പാസിറ്റർ. അപ്പം ഇത് മാത്രമേ ഉള്ളൂവെങ്കിൽ കപ്പാസിറ്റർ ഫിൽറ്റർ. ഇത് ഇതുകൊണ്ടുണ്ടെങ്കിൽ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ. ഇത് മാത്രമേ ഉള്ളെങ്കിൽ ഇത് മൂന്ന് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ ഓർ പൈ ഫിൽറ്റർ. ഇവിടെ എന്താ പോയി? കപ്പാസിറ്റർ. കപ്പാസിറ്റർ എടുത്തതാണ്. അത് എ സിയെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. തിരിച്ചാണ് ഇൻഡക്ടറിന് നേരെ തിരിച്ചാണ്. ഇൻഡക്ടർ എ സിയെ ബ്ലോക്ക് ചെയ്യും, ഡി സിയെ പാസ് ചെയ്യും. കപ്പാസിറ്റർ എ സിയെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ വരുന്നതിനകത്ത് എ സി പ്ലസ് ഡി സി ഉണ്ട്. അപ്പോൾ അതിനകത്ത് എ സിയുടെ കുറേ ഭാഗം ഇയാൾ ബൈപ്പാസ് ചെയ്യും. കാരണം എ സി ഇഞ്ഞു പോയി കറങ്ങി വരേണ്ട ആവശ്യമില്ല. കുറേ എ സി ഈ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യും. ഒന്നാമത്തെ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ളതിനകത്ത് എന്ത് ചെയ്തു? കുറേ എ സി ഒഴിവായി കിട്ടും.
പിന്നെ അങ്ങോട്ട് ചെല്ലുന്നതിനകത്തുള്ള എ സിയുടെ കുറേ ഭാഗത്തിന് ഇയാൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ കുറേ എ സി ഇവിടെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ എ സി വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യും. ഇവിടെ എത്തൂല, ആ എ സി വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യും. ബാക്കിയുള്ളതിനാരും ഈ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യും. അതിന് 3 പേരും കൂടെ ചേർന്നിട്ട് എ സി റിമൂവ് ചെയ്തിട്ട് ലോഡിന് അക്രോസ് ആരെ മാത്രം ഡി സി മാത്രം അപ്ലൈ ചെയ്യപ്പെടും. അപ്പോൾ ഏകദേശം ഫ്ലാറ്റ് ആയിട്ട്. ഇതാണ് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ പൈപ്പ്. അപ്പോൾ ഇതെന്ത് ചെയ്തു? അപ്പോൾ വരുന്നതിനകത്തുള്ള എ സി ബൈപ്പാസ് ചെയ്യുന്നു, ബാക്കി എമൗണ്ടിനെ ഇയാൾ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ ഉണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ 3 പേരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? എ സിയെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഏത് മാത്രം ഡി സി മാത്രം ഇങ്ങോട്ട് പോകും, ലോഡ് റെസിസ്റ്റൻസിലേക്ക് പോവുകയും ഔട്ട്പുട്ടായിട്ട് പ്യൂർ ഡി സി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒറ്റ സെഗ്മെന്റ് കൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സെഗ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലാബിൽ ചെയ്യണം. വിത്ത് ഫിൽറ്ററും വിത്തൗട്ട് ഫിൽറ്ററും നിങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ കപ്പാസിറ്റർ ഫിൽറ്റർ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ ഇതാണ് അവിടുത്തെ ഫിൽറ്റർ. അപ്പം പരീക്ഷയ്ക്ക് വരുന്ന എക്സാമിന് ചോദിക്കും അത് ആരാണ് ഫിൽറ്റർ. അപ്പോൾ കാണുന്നത് ഇതാണ് ഫിൽറ്റർ. ആ ലോഡ് റെസിസ്റ്റൻസിന് പാരലായിട്ട് കണക്ട് ചെയ്ത കപ്പാസിറ്റർ ആണ് ഫിൽറ്റർ. ലോഡ് റെസിസ്റ്റൻസിന് പാരലായിട്ട് കണക്ട് ചെയ്ത കപ്പാസിറ്റർ ആണ് എന്ത്? ഫിൽറ്റർ. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ വർക്കിംഗ് പറഞ്ഞു കൊടുക്കണം. വർക്കിംഗ് ഇതാണ്. അപ്പോൾ കപ്പാസിറ്റർ ഫിൽറ്ററിൻ്റെ വർക്കിംഗ് ഇതാണ് കാണും. ചോക്കിൻ്റെ ഫിൽറ്റർ. ഇപ്പം ആലോചിക്കാനുള്ള കാര്യം, ഇതൊരു ഇൻഡക്ടറാണ്. ഇൻഡക്ടർ എന്ത് ചെയ്യും? എ സിയെ ബ്ലോക്ക് ചെയ്യും, ഡി സിയെ പാസ് ചെയ്യും. കപ്പാസിറ്റർ എ സിയെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് മാത്രമാണ് നമുക്ക് സംഭവിക്കുന്നത്. വോൾട്ടേജ് വരുമ്പോൾ ഇത് ചാർജ് ചെയ്യപ്പെടും. വോൾട്ടേജ് കുറയുമ്പോൾ ആ ചാർജ് ലോഡ് റെസിസ്റ്റൻസിന് പ്രൊവൈഡ് ചെയ്യും. ഇതാകുമ്പോൾ എ സി വോൾട്ടേജ് ഇവിടെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എ സി വോൾട്ടേജ് ഇവിടെ ബ്ലോക്ക് ചെയ്യും, ഡി സി പാസ് ചെയ്യും. ഇതാകുമ്പോൾ എ സിയെ ബൈപ്പാസ് ചെയ്തതായിരിക്കും. അപ്പോൾ എ സി അങ്ങോട്ട് പോകാൻ നിൽക്കത്തില്ല. ഇതാണ് ഫിൽറ്റർ സർക്യൂട്ട്.